മച്ചാനെ ഓട്ടം എങ്ങനെയുണ്ട്? ഓട്ടം കുറവാണല്ലേ? നമ്മുടെ സ്റ്റാൻഡാണ് ഇത്, പട്ടേക്കുന്ന സ്റ്റാൻഡ്. ഹായ് താടിക്കാരാ, ഓട്ടം എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല അല്ലേ? നല്ല ഓട്ടമാണോ അച്ഛനെ? എങ്ങനെയുണ്ട് ഓട്ടം? എങ്ങനെയുണ്ട്? അതല്ലേ? എങ്ങനെയുണ്ട് ഓട്ടം? എങ്ങനെയുണ്ട്? ഇന്ന് സ്റ്റാൻഡിൽ വലിയ ഓട്ടമൊന്നുമില്ല കേട്ടാ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഇരുന്നപ്പോഴാണ് നമുക്കൊരു വീഡിയോയുടെ സ്കോപ്പ് വന്നത് കേട്ടാ. അപ്പൊ ഡുണ്ടപ്പന്റെ വീഡിയോ എടുക്കാൻ പോയെന്ന്. ഡുണ്ടപ്പൻ എങ്ങനെയുണ്ട്? പേരെങ്ങനെയുണ്ട്? ഡുണ്ടപ്പൻ. എങ്ങനെയുണ്ടാ പേര്? അപ്പൊ വീഡിയോ നാളെ വരും കേട്ടാ. അപ്പൊ കാണൂലേ? അപ്പൊ ഡുണ്ടപ്പൻ ആരാന്ന് നമ്മളോട് ചോദിക്കേട്ടാ. പറയണിപ്പാ വീഡിയോ കണ്ടാ മതിയില്ലേ? അപ്പൊ എന്തായാലും ഇവിടുന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ തോട്ടുണ്ട് ഡുണ്ടപ്പനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്കൊന്ന് കാണാം. അപ്പൊ ഒപ്പം നിങ്ങൾക്കും കാണിച്ചു തരാം ഡുണ്ടപ്പന. എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഹായ് സുഹൃത്തുക്കൾ, അങ്ങനെ ഞാൻ ഡുണ്ടപ്പന്റെ ലൊക്കേഷനിൽ എത്തിയിട്ടാ. ഇത് എറണാകുളം വൈപ്പിൻ എടവനക്കാടാണ്. ഡുണ്ടപ്പൻ ഏതാനും നിമിഷങ്ങൾക്കകം ഈ വഴി ഇങ്ങനെ വരൂട്ടാ. അപ്പൊ അറിയണ്ടേ ആരാ ഡുണ്ടപ്പന്ന്? അപ്പൊ നമുക്ക് വിളിക്കാം ഡുണ്ടപ്പനാ. ഡുണ്ടപ്പ, ഡുണ്ടപ്പൻ, ഡുണ്ടപ്പ കമോൺ, ഡുണ്ടപ്പൻ. അതങ്ങനെ ഡുണ്ടപ്പൻ വന്നു നോക്കിയേ, അതാണ്ടാ ഡുണ്ടപ്പൻ. എടാ നോക്കിയേ, അമ്പോ വന്നു നോക്കിയേ, ഡുണ്ടപ്പൻ വന്നു നോക്കിയേ. അമ്പോ ഡുണ്ടപ്പൻ എങ്ങനെയുണ്ട്? സുന്ദരി. ഹലോ, പരിചയപ്പെടാട്ടാ. ആദ്യം വണ്ടി ഒന്ന് കാണിച്ചു കേട്ടെ. Duntappan. Hey, Duntappan. ഹായ് ഡുണ്ടപ്പൻ. എങ്ങനെയുണ്ട് ഡുണ്ടപ്പൻ? പൊളിയല്ലേ? നമുക്ക് ഡുണ്ടപ്പന്റെ ഓണറെ ഒന്ന് പരിചയപ്പെടാം. ഷൈൻ അല്ലെ? ഷൈൻ എന്നല്ലേ പേര്? ഞാൻ തന്നെ അങ്ങോട്ട് പരിചയപ്പെടുത്തേണ്ടാ. ഒന്ന് ഇറങ്ങി വരാമോ? ഷൈൻ, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? അടിപൊളി വർക്കാണ് ട്ടാ. ഇത് വെച്ചോ, ഈ മൈക്ക് വെച്ചോ. ഹായ് ഷൈൻ. ഹായ്. ഇതെവിടെയാ പണിതത്? ഇത് പേവസാറ്. പേവസാറ്. ഇവിടുന്ന് അധികം പോണോ? ഇവിടുന്ന് ഒരു 12-15 കിലോമീറ്റർ ഉണ്ടോ. ഇവിടുന്ന് ഫെറി ഉണ്ടാവുമായിരുന്നു. ഫെറി ഇപ്പില്ല. ഇപ്പൊ പോണെങ്കിൽ കൊടുങ്ങല്ലൂർ വഴി കറങ്ങി പോകുമ്പോ വെച്ചാൽ ഇത്തിരി കൂടുതൽ ഇറങ്ങണ്ടാവും അല്ലേ? പിന്നെ വർക്ക്ഷോപ്പ് നടത്തുന്ന ആളുടെ പേരെന്താണ്? ഷെഫീഖ്. ഷെഫീഖ്. സ്ഥലത്തിന്റെ പേര്? പേവസാറ്. അല്ല, വേറെ റിയാഡെന്നല്ലേ? റിയാഡായിരുന്നു. പേവസാറാണ് ഇപ്പൊ വീടും ഈ വർക്ക്ഷോപ്പും കൂടിയാണ് ഇപ്പൊ. ഏരിയാട് ഷെഫീഖിന്റെ വർക്ക്ഷോപ്പിൽ പണിത ദുബായ് കിങ് സലാമിന്റെ ഓട്ടോറിക്ഷയുടെ ഒരു വീഡിയോ ഞാൻ എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടാ. അത് സെയിം വർക്ക്ഷോപ്പ് ആണല്ലേ? ഞങ്ങൾ ഒരുമിച്ചാണ് പണിതത് അല്ലേ? ഓ, ആദ്യം ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൻ വേണ്ടി. ഓ, ഇത് എത്ര രൂപയുടെ വർക്കാ? 70 രൂപ കിട്ടും. 70 രൂപ. എല്ലാം കൂടി 70 രൂപ അല്ലേ? സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് പറയാൻ പറ്റുമോ? സെപ്പറേറ്റ് ആയിട്ടല്ല, ഇതവിടെ മൊത്തമാണ് വണ്ടി. ഒരു സാധനം പുറത്തേക്ക് ചെയ്തല്ലോ. അപ്പൊ മറ്റേ സലാം എന്നോട് പറഞ്ഞു ഷെഫീഖനെ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ
ഷെഫീഖിനാവുമ്പോ ഏൽപ്പിച്ചു കൊടുത്തേക്കാം. പിന്നെ അതിന്റെ അപ്പോൾസറി ഒക്കെ ചെയ്ത വിനു എന്ന് പറയും. അതും ഷെഫീഖ് കെയർ ഓഫ് തന്നെയാണ്. അല്ല ഷെഫീഖ് തന്നെയാണ് എല്ലാം ചെയ്യിക്കണം. ഓ അപ്പൊ നമ്മ ഒന്നും അറിയണ്ട, വണ്ടി കയറ്റി കഴിഞ്ഞാൽ നമ്മ ഒന്നും അറിയണ്ട. അതന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മ ഓടിയിടുന്ന് ബുദ്ധിമുട്ടണ്ട. എന്തായാലും വണ്ടി നല്ല അടിപൊളി സൂപ്പർ വർക്ക്. വണ്ടി അടിപൊളിയാണ്. പിന്നെ ആ ഓട്ടം പോകുമ്പോ സ്റ്റാൻഡിലേക്ക് എന്തെങ്കിലും പറയാറുണ്ടോ? എല്ലാരും സൂപ്പർ ആണെന്ന് പറഞ്ഞു. എല്ലാരും പറഞ്ഞു. എല്ലാരും സ്റ്റാൻഡിലും പറഞ്ഞു. പിന്നെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോ വണ്ടി കൈ കാണിച്ച് നിർത്തി എവിടെ പോണത് എന്താണെന്നൊക്കെ നമ്പറൊക്കെ മേടിച്ച് ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. അതല്ലേ. പിന്നെ വണ്ടിക്ക് ചെയ്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾസറി, ഉള്ളിലത്തെ അപ്പോൾസറി ഒക്കെ കണ്ടിട്ടില്ല. ഇപ്പൊ ബോഡിയുടെ അല്ല, പുറം ബോഡി മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഉള്ളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം നമുക്ക്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒന്ന് തുറക്കാമോ ഡോറ്? അപ്പോൾസറി വർക്ക് സെപ്പറേറ്റ് ആണല്ലേ? അവന്റെ ഷെഫീഖിന്റെ കൂട്ടുകാരൻ തന്നെ. ഈ 70 രൂപയിൽ പെടുവോ? എല്ലാം പെടും. ഓ, അപ്പോൾസറി വർക്കും 70 രൂപയിൽ പെടും കേട്ടാ. ആ സൈഡും തുറക്കോ? അപ്പോ നോക്കിയേ, ലൈറ്റ് ഒന്നും ഇടോ? ലൈറ്റ് ഇല്ലേ? ഗ്ലാസ് അടച്ചിട്ട് ഗ്ലാസ് അടച്ചോ? അമ്പോ, ഇന്റീരിയർ വർക്ക് നോക്കിയേ, അടിപൊളി. സീറ്റൊക്കെ നോക്കിയേ, സീറ്റൊക്കെ നല്ല അടിപൊളി കുഷ്യൻ സീറ്റാണ് കേട്ടാ ചെയ്തേക്കണ. ഡ്രൈവർ സീറ്റ് ആയാലും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണ. ഷൈൻ, പേരാണ് ഹൈലൈറ്റ്. നോക്കിയേ, ഡുണ്ടപ്പൻ. ഇത് ആരുടെ പേരത്? എന്റെ മകന്റെ പേരാണ്. അതെ, മകന്റെ പുന്നാരപ്പേരാണ്. പുന്നാരപ്പേരാണ്. ഞാൻ മാത്രമേ അതല്ലേ. ശരിക്കുള്ള പേരെന്താണ്? പൃഥ്വി അല്ലേ. അപ്പൊ മകനെ പുന്നാരിച്ച് വിളിക്കുന്ന പേരാണ് ഡുണ്ടപ്പൻ. ആ പേര് ഓട്ടോയ്ക്ക് ഇട്ട് അല്ലേ? അത് കൊള്ളാം. പാത്തു. പാത്തു അല്ലേ? കാത്തു അതാരാണത്? അതും എനിക്ക് രണ്ടുപേരുണ്ട്. കാത്തു. പാത്തു എന്റെ മൂത്താണ്. പാത്തുടെ ശരിക്കും പേരെന്താ? പ്രാർത്ഥന. കാത്തൂടെ? അൻവി കൃഷ്ണ. ഓ, താടി നോക്കിയേ, അടിപൊളിയാണ്ടാ. ഷെഫീഖിന്റെ ഒരു ഹൈലൈറ്റ് ആന്ന് തോന്നുന്നല്ലേ താടി. പിന്നെ അതുപോലെ തന്നെ വീൽ കപ്പൊക്കെ നോക്കിയേ, അടിപൊളിയാണ്ടാ. സുന്ദരി. ഇതിന്റെ സ്റ്റീൽ വർക്ക് ഫിറ്റിംഗ്സ് ഒക്കെ എവിടെ വാങ്ങിച്ചത്? എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ അതൊക്കെ എല്ലാം ഷെഫീഖ് തന്നെയാണല്ലോ. അതല്ലേ. നമുക്ക് ഇപ്പത്തേക്ക് ഒന്ന് നിക്കാം. കാരിയർ അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. പൗഡർ കോട്ടിംഗ് ആ ചെയ്തേക്കണേന്ന് തോന്നുന്നല്ലേ? പൗഡർ കോട്ടിംഗ് ആണ് ചെയ്തത്. പെയിന്റ് ആണല്ലേ? ഓ. പിന്നെ എന്റെ സൈഡ് വ്യൂ നോക്കിയേ, സൈഡ് ഗ്ലാസ് നോക്കിയേ, വെറൈറ്റി ആണ് കേട്ടാ. അതുപോലെ തന്നെ അടിയിലത്തെ ഷീൽഡിലേക്ക് വരുമ്പോ നോക്കിയേ, എന്താ സിൽവർ കൊടുത്താണ് പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വീൽ കപ്പ്, അതുപോലെ തന്നെ സ്ലൈഡിങ് ഡോറാണല്ലേ? തുറക്കാമോ? ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ഇട്ടാല് ഡോർ തുറയൂലല്ലോ. അതായത് ഗ്ലാസ് ഇട്ടിട്ട് തുറക്കാൻ പറ്റൂല. ആളുകളൊക്കെ ഏറിയിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അതൊന്നും ഉണ്ടാവൂല. ഓ, തുറക്കാമോ? ഇതിന്റെ ഡിക്കി തുറക്കാൻ പറ്റുമോ? ഡിക്കി തുറക്കാൻ പറ്റും. അതല്ല, തുറന്നേ. അമ്പോ, ഇതാണ്ടാ ഇതിന്റെ ഡിക്കി സ്പേസ്. ഇതെന്താ ഗ്ലാസ് ആണിത്? ഇത് ഫൈബർ ഗ്ലാസ് ആണ്. ഫൈബർ മറ്റേ ചില്ല് പോലത്തെ അല്ല. അതല്ലേ, ഫൈബർ അല്ലേ? ഫൈബർ ആണ്. ഓക്കെ. അകത്തത്തെ വ്യൂ നോക്കിയേ, എന്നാ വ്യൂ നോക്കിയേ. പിന്നെ ഡിക്കി ഒന്ന് അടച്ചോ. ഓക്കെ, അടിപൊളി. ബമ്പറിന്റെ ലുക്ക് നോക്കിയേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതെ
ഇവിടെ ഈ പെയിന്റിങ് ആണ് കേട്ടാ. പെയിന്റിങ് വെറൈറ്റി പെയിന്റിങ് ആണ്, നോക്കിയേ. എന്താ ഇത് അവിടെ തന്നെ ചെയ്താണ് ഈ പെയിന്റിങ്? പെയിന്റിങ്ങിന് പ്രത്യേക വല്ല പേര് വല്ലതും ഉണ്ടാ? അതെ അല്ലേ. ആ അവര് എന്തായാലും പുറത്ത് പറയൂല. അല്ലേ? ആപ്പേ ക്ലാസിക് OBD2 അല്ലേ? എത്ര നാളായി എടുത്തിട്ട്? 4 മാസം. 4 മാസമായി അല്ലേ എടുത്തിട്ട്? എത്രായിരം കിലോമീറ്റർ ഓടി? 2000 കിലോമീറ്റർ കഴിഞ്ഞുള്ളൂ. അതെ അല്ലേ, ഓട്ടം കുറവാണ് അല്ലേ? ഓട്ടം കുറവാണ്. അധികം സമയം എടുത്താ വർക്ക്ഷോപ്പിൽ നിന്ന് പണി കഴിഞ്ഞിറങ്ങാൻ? ഞാൻ ചെന്നപ്പോ നല്ല തിരക്കായിരുന്നു. അതെ അല്ലേ. അപ്പൊ അത് കാരണം ഒരു കുറച്ച് 2 മാസം 2.5 മാസത്തോളം പിടിച്ചിട്ടുണ്ട്. പിന്നെ ഷെഫീഖിനോടൊന്ന് പറയോ, നമുക്കൊരു വീഡിയോ തരുമോന്ന് ചോദിക്കോ? ചോദിക്കാം നമുക്ക്. ചെയ്യാലോ. അവിടെ എന്തായാലും ചെയ്യണം, പോയി കാണാനുണ്ട് അവിടെ. അതെ അല്ലേ. വർക്ക് ശരിക്കും പറഞ്ഞ വീഡിയോ ചെയ്യാനുണ്ട്. വർക്കൊക്കെ എല്ലാം സൂപ്പറാണ്. അതല്ലേ. നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നത് അതിൽ നമ്മളേലും അടിപൊളി ചെയ്യുള്ളൂ. അതെ അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു കണക്കൂട്ടിൽ ഇട്ടുണ്ടെങ്കിൽ നമ്മളേലും അടിപൊളി, പുള്ളി അതിനേലും വലുതായിട്ട് നമുക്ക് ചെയ്തു തരും. അപ്പൊ എന്തായാലും നമുക്ക് ഷെഫീഖിന്റെ അടുത്തൊന്ന് പോകണം ഷോപ്പിലെ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടേ. പിന്നെ ഓട്ടോ ഒക്കെ ഉണ്ടാ? ഓട്ടം കുറവാണ്. ഓട്ടം കുറവാണ്. അതല്ലേ. എന്താ ലുക്ക് നോക്കിയേ. അപ്പൊ ഈ വണ്ടി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ കമന്റിൽ എന്തായാലും ഒന്ന് രേഖപ്പെടുത്തണം കേട്ടാ. ഈ വർക്ക് കണ്ടിട്ട്. ഗ്ലാസ് ഇടണോ? ഗ്ലാസ് ഇട്ടോ, ലുക്ക് വരട്ടെ. ഗ്ലാസ് ആണ് ഹൈലൈറ്റ് അല്ലേ. അപ്പൊ മഴയത്ത് ഒരു തരി വെള്ളം മേത്തേക്ക് തെറിക്കൂല. സാധാരണ പടത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ വെള്ളമൊക്കെ തെറിക്കും. എന്താ പിന്നെ ക്ലിയർ ഒരു അടിപൊളി ഒരു ലുക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ ഈ വണ്ടിട്ടാ. ഹൈലൈറ്റ് ലുക്ക്, ഹൈലൈറ്റ് ലുക്ക് ഇട്ടാ. എങ്ങനെയുണ്ട് ഈ ലുക്ക്? എങ്ങനെയുണ്ട്? അമ്പോ നോക്കിയേ, പൊളിയല്ലേ. അതുപോലെ തന്നെ എന്റെ സൈഡ് ലുക്ക് നോക്കിയേ, കിടിലൻ ലുക്കല്ലേ. പിന്നെ നമ്മ വലിയ ഫോട്ടോഗ്രാഫറോ വീഡിയോഗ്രാഫറോ ഒന്നും അല്ല കേട്ടാ. നമുക്ക് കഴിയുന്നതനുസരിച്ച് നമ്മൾ വീഡിയോ എടുക്കണത്. എന്നുണ്ട്, പൊളിയല്ലേ. ബാക്ക് ലുക്ക് ഒന്ന് നോക്കിയേ, എന്നുണ്ട്, പൊളിയല്ലേ. ക്ലാസിക് OBD2 നല്ല വെറൈറ്റി മോഡലില് പണിത വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. എങ്ങനെയുണ്ട് ആപ്പ ഓടിക്കാൻ? പുതിയ വണ്ടി കൊള്ളാം. വണ്ടി വലിവൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല വണ്ടി. മൈലേജ് ഒക്കെ എത്ര ഇട്ടുണ്ട് അറിയണ്ട? മൈലേജ് നോക്കിയിട്ട് നല്ല മൈലേജ് ഉണ്ട്, കുഴപ്പമില്ല. അതല്ലേ, കുഴപ്പമില്ല. ഓട്ടം കുറവുള്ള കൊണ്ട് മൈലേജ് ഒന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? അത് തന്നെ നോക്കിയിട്ടില്ല മാത്രമേ ഉള്ളൂ. മൈലേജ് ഉണ്ട്, പക്ഷെ വണ്ടി കുഴപ്പമില്ല. വണ്ടി എടുത്തിട്ട് അങ്ങനെ ഹാപ്പിയാണ്? ഹാപ്പിയാണ്. പിന്നെ പണിതത് അതിലും വലിയ ഹാപ്പി. അടിപൊളിയാണ്, മനസ്സിനൊരു തൃപ്തിയായിട്ട് നമ്മ പോകുന്നതാണ്. എന്തായാലും നമുക്ക് ഷെഫീഖിന്റെ വർക്ക്ഷോപ്പിന്റെ വീഡിയോ ചെയ്യാൻ നമുക്കൊരു അവസരം നിങ്ങൾ ഒപ്പിച്ചോ. അപ്പൊ എന്റെ സമയം നോക്കിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഒരു വീഡിയോ ചെയ്യാട്ടെ. അപ്പൊ നമ്മളോട് സഹകരിച്ചതിന് വളരെ നന്ദിട്ടാ. അപ്പൊ ഞാൻ ഏതാണ്ട് എറണാകുളം എടപ്പള്ളിന്ന് എടവനക്കാട് വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലെ. കുറെ ലോങ് വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മാക്സിമം ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ അതെ നല്ലൊരു അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക കേട്ടാ. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് മറ്റുള്ള ഓട്ടോ സുഹൃത്തുക്കൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യിക്കുക കേട്ടാ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോവുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ. തപ്പിടിച്ചോ. ബൈ, അടുത്ത വീഡിയോ കാണാം. ാണ് ഡുണ്ടപ്പൻ ഏതാനും നിമിഷങ്ങൾക്കകം ഈ വഴി ഇങ്ങനെ വരും കേട്ടാ. അപ്പൊ അറിയണ്ടേ ആരാ ഡുണ്ടപ്പന്ന്? അപ്പൊ നമുക്ക് വിളിക്കാം ഡുണ്ടപ്പനാ. ഡുണ്ടപ്പാ, ഡുണ്ടപ്പൻ. ഡുണ്ടപ്പൻ എങ്ങനെയുണ്ട്?